എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പടാ 10ാം ക്ലാസ്സിന്റെ മുത്തുമണികളെ, നമുക്കൊരു ഉഷാറ് പാഠം പഠിക്കാറുണ്ടല്ല. നമ്മൾ അടിപൊളി പാഠം പ്രയാണം അല്ലേ? നമ്മുടെ വയലാർ രാമവർമ്മ എഴുതിയ മലയാള സാഹിത്യത്തിലെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരനാണ്, കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം നമ്മോട് പറയുകയാണ്, നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച്, ആ പ്രയാണമെന്ന യാത്രയെക്കുറിച്ച്, ശാസ്ത്ര സാങ്കേതിക സാഹിത്യ രംഗങ്ങളിൽ നാൾക്കുനാൾ നമ്മൾ കൈവരിച്ച ആ യാത്ര, ആ നേട്ടങ്ങളെ ഈ കവിത നമ്മോട് ചർച്ച ചെയ്യുകയാണ്. അല്ലടാ, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ഈ കവിത എന്താണ് നമ്മോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ന് കാണുന്ന ഈ രീതിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണല്ലേ. പണ്ട് തീയിൽ നിന്നും പ്രകാശം കണ്ടെത്തിയ നമ്മളെ ഒരു ബൾബിലൂടെ പ്രകാശപൂരിതമായി മാറുന്നു, തോമസ് ആൽവ എഡിസണിലൂടെ അല്ലേ. ന്യൂട്ടൺസ് ലോ അല്ലേ, അതെന്താണ് മക്കളെ? നമ്മുടെ ഭൂഗുരുത്വാകർഷണം നമ്മൾ ന്യൂട്ടൺസ് ലോ വഴി പഠിച്ചു കഴിഞ്ഞു. ഇത് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. ഇന്ന് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ദൗത്യങ്ങളായി നമ്മൾ കടന്നു പോകുന്നു. ഇത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. ഇത്തരത്തിൽ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ വിവരവിനിമയ സാങ്കേതിക രംഗങ്ങൾ നമ്മൾ പറന്ന് പന്തലിച്ചു വരികയാണ്. ഇന്ന് റോബോട്ടിക്സ്, നാനോമിക്സ്, ജൈനോമിക്സ് എല്ലാം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മൾ പുതിയ കാലഘട്ടത്തിൻ്റെ വക്താക്കളായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ ഈ മാറ്റങ്ങളെ എല്ലാം തന്നെ ഉൾച്ചേർത്തുകൊണ്ട് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ജൈത്രയാത്ര, ആ പ്രയാണത്തെ വ്യക്തമാക്കുന്ന വയലാർ രാമവർമ്മയുടെ സുന്ദരമായ അർത്ഥപൂർണമായ ഒരു മോട്ടിവേഷണൽ കവിതയാണ് മക്കളെ ഏത്? നമ്മുടെ പ്രയാണം എന്ന് പറയുന്ന ഈ സുന്ദരമായ കവിത. ഈ കവിത നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടത്തിയ യാത്രകൾ തന്നെയാണ്. അല്ലടാ, എങ്ങനെയാണ് വണ്ടിയിലേക്ക് നമ്മൾ എത്തിയത്? നടന്ന്, ഓടി, പിന്നെന്താണ് ഈ മരത്തിനെ കൊണ്ട് ചക്രങ്ങൾ ഉണ്ടാക്കി, പിന്നെ ടയർ കണ്ടുപിടിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ വലിയ വാഹനങ്ങൾ. അല്ലടാ, തീയൊക്കെ കത്തിച്ച് നമ്മൾ ലൈറ്റ് കണ്ടുപിടിച്ച് നമ്മൾക്ക് ഇന്ന് എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ അവസ്ഥകളാണ്, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരുപാട് പരാജയങ്ങൾ നമ്മൾ വിജയിച്ച് കടന്നു വന്നത്. ഇത്തരത്തിൽ നാൾക്കുനാൾ വഴിയെ നമുക്ക് മുന്നേ ഇതൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ച് വിജയിച്ച് പരാജയപ്പെട്ട് മരിച്ചു പോയവരുണ്ട്. അവരെ കൂടെയൊക്കെ ഓർക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് പ്രയാണം എന്ന വയലാറിൻ്റെ കവിത. അപ്പം നമുക്ക് ആദ്യം വയലാർ രാമവർമ്മയെ ഒന്ന് പെട്ടെന്ന് പഠിക്കാം. കേരളത്തിലെ പ്രശസ്ത കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ. ഇപ്പോൾ ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതിയ, ഒരുപാട് കവിതകൾ എഴുതിയ ഒരു കവിയാണ്, എഴുത്തുകാരനാണ്. ഗാനരചയിതാവാണ് ആര് മക്കളെ? നമ്മുടെ വയലാർ രാമവർമ്മ. ജീവിതകാലം, അതായത് ജനനം 1928 മാർച്ച് 25 മരണം 1975 ഒക്ടോബർ 27 കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായി അദ്ദേഹം അറിയപ്പെട്ടു. ഇപ്പൊ വിപ്ലവ കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. വിപ്ലവ കവി, ഇപ്പൊ ജനകീയനായ വിപ്ലവ കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ് മലയാളി കവിത എന്താണെന്ന്, സിനിമ പാട്ട് എന്താണെന്ന് അറിഞ്ഞു വന്നത്. അത്തരത്തിൽ മനുഷ്യൻ്റെ യാത്രകളുടെ ജൈത്രയാത്രയാണ്, വിജയത്തിൻ്റെ യാത്രയാണ് പ്രയാണം എന്ന് പറയുന്ന കവിത പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു പണ്ടത്തെ ശിലായുഗത്തിലെ മനുഷ്യൻ പിന്നീട് നല്ല ഒരു വ്യക്തിയായി മാറുന്നു. ഇതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് നീങ്ങിയില്ലേ? ഒരുപാട് നീങ്ങി. ആ മാറ്റമാണ്, ആ പരിവർത്തനമാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായ, ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായ ഒരു പരിവർത്തനമാണ്, മാറ്റമാണ്. വിവരവിനിമയ സാങ്കേതിക രംഗങ്ങളുണ്ടായ മാറ്റമാണ്, പരിവർത്തനമാണ് പ്രയാണം എന്ന കവിത ചർച്ച ചെയ്യുന്നത്. സെറ്റിലെ മക്കളെ, യെസ്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആണ്ടുകളിൽ അലിയുന്നു നിമിഷങ്ങളിൽ കാലം, നീണ്ട കാലുകൾ നീട്ടി വെച്ചകലുന്നു. അല്ലെ, ആണ്ടുകളിൽ അലിയുന്നു, വർഷങ്ങളായിട്ട് അലിയുന്നു. നിമിഷങ്ങളിൽ കാലം, നീണ്ട കാലുകൾ നീട്ടി വെച്ചകലുന്നു. നീണ്ട കാലുകൾ നീട്ടി നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. പണ്ടേ ഇത്തിരി വട്ടത്തോടെ നടന്ന് നമ്മൾ ഇന്ന് ഫ്രണ്ട് ലൈൻ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച് കാണുകയാണ്. പണ്ടേ നടക്കാൻ പോലും പറ്റാതിരുന്ന മനുഷ്യൻ ഓടിത്തുടങ്ങി ഇപ്പോൾ ഫ്ലൈറ്റിൽ പറക്കുകയാണ്. പണ്ടേ പ്രകാശമില്ലാതിരുന്ന മനുഷ്യന് ഇന്നെല്ലാം പ്രകാശപൂരിതമായി മാറുകയാണ്. രാത്രി പകല് വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ കാലുകൾ നീട്ടി അകന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മുന്നോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. തൻ കടിഞ്ഞാണും കൊണ്ട്, അല്ലെ, തൻ കടിഞ്ഞാണും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ അവന്റെ കണ്ടുപിടുത്തമാണ്, നിയന്ത്രണമാണ്. അവന്റെ കണ്ടുപിടുത്തങ്ങളോടുള്ള അവന്റെ താല്പര്യമാണ്, നിയന്ത്രണമാണ്. തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ, കടിഞ്ഞാൻ കഴിവുകൾ, തൻ്റെ കഴിവുകൾ കൊണ്ട്, തൻ്റെ ടാലന്റ് കൊണ്ട് കാലത്തെ പോലും നിയന്ത്രിക്കാൻ, ടൈം ട്രാവൽ ചെയ്യാൻ പോലും മനുഷ്യന് സാധിക്കുന്നുണ്ട്, അല്ലേ? കാലത്തെ പോലും നിയന്ത്രിക്കാൻ ചങ്കിലെ പത തുപ്പി. ചങ്കിലെ പത മനുഷ്യന്റെ ആവേശമാണ് മക്കളെ, ആവേശം, അധ്വാനമാണ്, അവന്റെ ആർജവമാണ്. ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. ഇപ്പോൾ എന്താണ്? കാലത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യന്റെ കഴിവ് കൊണ്ട്, ടാലന്റ് കൊണ്ട് മനുഷ്യൻ സാധിക്കുന്നു. അങ്ങനെ ചങ്കിലെ പത, അവൻ്റെ ആത്മധൈര്യം, അവൻ്റെ സാമർത്ഥ്യം, അവൻ്റെ ടാലന്റ്, കഴിവ്, ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ, ആവേശം കൊണ്ട് മനുഷ്യൻ കാലത്തെ പോലും നിയന്ത്രിക്കാൻ സന്നദ്ധനായി വന്നിരിക്കുകയാണെന്ന് കവിത നമ്മോട് പറയുന്നു. പിന്നെയോ, ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നെനിക്കായി, അല്ലേ? ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നത്തെ കനിയായി. ഇന്നലത്തെ മലർക്കാവ് ഭൂതകാലങ്ങളിലെ, കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പൂർവികർ കണ്ട സ്വപ്നമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂർവികർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത് കണ്ടുപിടിക്കണം, ബൾബ് കണ്ടുപിടിക്കണം, പിന്നെന്താണ്, റോക്കറ്റ് കണ്ടുപിടിക്കണം, വിമാനം കണ്ടുപിടിക്കണം, ബൈക്ക്, കാർ എല്ലാം കണ്ടുപിടിക്കണം. പക്ഷെ ഒരുപാട് പേർ പരാജയപ്പെട്ടു പോയി, ഒരുപാട് പേർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ സങ്കല്പങ്ങളെല്ലാം തന്നെ പൂത്ത കിനാക്കളായി മാറിയിരിക്കുന്നു. മനുഷ്യൻ എല്ലാം കണ്ടുപിടിച്ചു. ഇന്നിതാ ഒരു പെൺകുട്ടി ചൊവ്വയിലേക്ക് പോകാൻ പോവുക, അവൾ തിരിച്ചു വരേയില്ല, അവിടെ തന്നെ ആയിരിക്കും പോയാൽ. അവിടെ പുതിയ കെട്ടിടങ്ങൾ, ഹോട്ടലുകളൊക്കെ വരാൻ പോവുക ചൊവ്വയിൽ. അപ്പം മനുഷ്യവാസം ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ എത്താൻ പോവുകയാണ്. ഇനി ഭൂമി നല്ലാതെ അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നത്. അപ്പം പുതിയ മാറ്റങ്ങളിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളെയൊക്കെയാണ് ഈ ഒരു കാവ്യഭാഗത്തിൽ പ്രത്യേകം വയലാറെ പരാമർശിക്കുന്നത്. വാടി വീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ. നമ്മുടെ ആഗ്രഹങ്ങള് വാടി വീണേക്കാം, നമ്മുടെ സ്വപ്നങ്ങൾ വാടി വീണേക്കാം, പക്ഷേ ഒരു കുഴപ്പമില്ല, നാളെ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ. നമ്മൾ ഒന്ന് ചെയ്യും, പരാജയപ്പെടും, വാടി വീഴും, വീണ്ടും കണ്ടുപിടിക്കുക, പരാജയപ്പെടും, വാടി വീഴും. പക്ഷേ ഒരു നാൾ നമ്മുടെ സ്വപ്നം എന്തായി? കിനാവുകൾ നെയ്യും, അല്ലേ? ഒരു നാൾ കിനാവ് പെയ്തിടും, അതിൽ നമ്മളൊന്ന് ചേർന്നിടും, കിനാക്കൾ പോലും. ആ പാട്ട് കേട്ടിട്ടേ, അതേപോലെ ഒരു നാൾ കിനാക്കൾ പൂക്കും, അതുറപ്പാണ്. സച്ചിൻ 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റിട്ടാണ് പിന്നെ അദ്ദേഹം നിർത്തിപ്പോയെങ്കിൽ അദ്ദേഹത്തിന് വളർന്ന് സംഭവിക്കോ? ഇല്ല, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ വന്നൂടാ, ഇന്ന് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെട്ടു. പരാജയം സംഭവിച്ചോ? കുഴപ്പമില്ല, വിജയിക്കാൻ നമുക്ക് ആ പരിശ്രമം മതി. പോർച്ചുഗൽ സ്കൂളിൽ പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ ടീച്ചർ ആട്ടിപ്പയച്ച വിദ്യാർത്ഥിയാണ് ഇന്ന് ലോകമറിയുന്ന, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന മിഷനായി മാറിയ CR7. പരാജയപ്പെട്ടോട്ടെ, പക്ഷേ പരിശ്രമം നിർത്തരുത്. ഇവിടെ പറയുകയാണ്, വാടി വീണേക്കാം, നിങ്ങൾ തോറ്റുപോയേക്കാം, വാടി വീണേക്കാം, കുഴപ്പമില്ലെന്നേ, നാളെ തയ്യുകൾ, നിങ്ങൾ നാളെ എന്ത് ചെയ്യണം? വിടർന്നാൽ മതി, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ. നമ്മൾ വിരിഞ്ഞേ മതിയാകൂ, നമുക്ക് വിജയിച്ചേ മതിയാകൂ എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകുക, ചേസ് യുവർ ഡ്രീംസ് എന്ന് പറയാറുണ്ട്. സ്വപ്നങ്ങളെ പിന്തുടരുക, വേട്ടയാടുക. നിങ്ങൾ വാടി വീണാലും പരാജയപ്പെട്ടാലും നാളെ നിങ്ങൾ വിജയിച്ചു വരുമെന്ന് ഉറപ്പാണെന്ന് പറയുന്നു. പരിവർത്തനത്തിൻ്റെ ഞാനൊലി മാത്രം കേൾക്കാം അരികത്തല്ല എപ്പോഴും നിമിഷങ്ങളിലൂടെ. പരിവർത്തനത്തിൻ്റെ ഞാനൊലി മാത്രം, മാറ്റത്തിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം അരികത്തല്ല ഇപ്പോഴും നിമിഷങ്ങളിലൂടെ. ഇന്ന് കണ്ടത് നാളെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും മാറ്റങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് മക്കളെ? മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിച്ച് പ്രകൃതിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റയടിയുമീ അന്തരീക്ഷത്തിൽ കൂടി, അല്ലേ? ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമീ അന്തരീക്ഷത്തിൽ കൂടി. പോയിപ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറിയെത്തിയ ഞങ്ങൾ. പോയിപ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ. കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട്, അവരൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പരാജയപ്പെട്ടാലും പരിശ്രമം നിർത്താതെ നമ്മളിതാ
തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് കാണുന്ന ഈ ലോകത്തിൽ, ഈ ശാസ്ത്ര ഗവേഷണത്തിൽ, ഈ സാങ്കേതിക മികവിൽ, ഈ പുതിയ നൂതന ടെക്നോളജിയിൽ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നു. ഇല്ലടാ, റോബോട്ട് കൊണ്ട് ചായക്കടയിൽ ചായ വെക്കാൻ പറ്റിയ സ്ഥിതിയിൽ നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ. ഇനി കുറേ കാലം കഴിഞ്ഞാൽ റോബോട്ടായിരിക്കും ചായക്കടയിൽ പൊറോട്ട അടിക്കുക, പിന്നെന്താണ് ചായ അടിക്കുകയൊക്കെ ചെയ്യുക. ഇത്തരത്തിൽ മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നതാ. അതാണ് ഈ വരി പറയുന്നത്. പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. എന്നാൽ പേനയും പടവാളും ശാസ്ത്രവും പ്രേമവും ഒക്കെയായി നമ്മുടെ ശാസ്ത്രവും സാഹിത്യവും സഞ്ചരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ടെക്നോളജി നമ്മൾ വികസനം പ്രാപിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സാഹിത്യത്തിലും നമുക്ക് വികസനം പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലെ വിവരവിനിമയ സാങ്കേതിക സാഹിത്യ രംഗങ്ങളിലൊക്കെ വികാസം പ്രാപിച്ചു വരികയാണ് മനുഷ്യൻ. ആ ഒരു സഞ്ചാരമാണ്, പ്രയാണമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ അല്ലേ. ഞങ്ങൾ മുത്തച്ഛന്മാർ, അതായത് നമ്മുടെ പൂർവികർ ഈ ശ്രമങ്ങളൊക്കെ നടത്തിയ, നമ്മൾ ഒരു 100 പ്രാവശ്യം നമ്മൾ പാറക്കടിച്ചു, 100ാമത്തെ പ്രാവശ്യമാണ് പൊട്ടിയത്. അതുകൊണ്ട് 100ാമത്തെ പ്രാവശ്യത്തെ അടിയിലെ പൊട്ടി എന്ന് പറയാൻ പറ്റില്ല. ബാക്കി 99 പ്രാവശ്യം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതേപോലെയാണ് നമ്മൾ ഇന്ന് ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ മുൻപേ നമ്മുടെ പൂർവികർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചവരാണ്. അവരെയും കൂടി നമ്മൾ മറക്കരുത്, ഓർക്കണമെന്നാണ് കവി പറയുന്നത്. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ, ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും അല്ലേ. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആരൊക്കെയോ ഇതിന് തിരികൊളുത്തി വെച്ചു. അവർ തുടർന്നുകൊണ്ടേ പോകുന്നു. ഇന്ന് നമ്മളിലൂടെ തുടർന്നുകൊണ്ട് പോകും. നാളെ മറ്റൊരാളത് ഏറ്റെടുത്ത് അത് തുടർന്നുകൊണ്ടേ പോകും. iPhone 17 Pro Max ഇറങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നോക്കിയാൻ്റെ സ്വിച്ച് ഫോൺ ഉണ്ടായ കാലത്ത് നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആ മാറ്റമാണ് ഈ വലിയ മാറ്റം, ഈ വലിയ ലോകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ 100,000 ഉരുകിത്തീർന്നു നീളെ അല്ലെ. കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ ഉരുകിത്തീർന്നു നീളെ. ഒരുപാട് ആഗ്രഹങ്ങൾ, മനുഷ്യൻ്റെ ആസക്തികൾ, സ്വപ്നങ്ങളൊക്കെ ഉരുകിത്തീർന്നിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. മെഴുകുതിരികൾ, ആശയുടെ ആഗ്രഹത്തിൻ്റെ മെഴുകുതിരികൾ കെട്ടിത്തീർന്നോട്ടെ, പക്ഷെ നമ്മുടെ ആഗ്രഹം, പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമെന്നാണ് പറയുന്നത്. 4 കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ അല്ലേ. എന്താണ് മക്കളെ? 4 കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ. അതായത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഓരോ സ്ഥലത്തും ഓരോ ദീപസ്തംഭങ്ങളുണ്ട്, തൂണുകളുണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ. ആ ഒരു എന്താണ് നാട്ടുകവലകളിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റില്ലേ, ഇതൊക്കെ ഇരുട്ട് മാറ്റിയ, അന്ധകാരത്തെ മാറ്റിയ പ്രകാശങ്ങളാണ്. കൂടാതെ ഇതിന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കും, എന്താണ്, നമ്മൾ വരുന്ന വഴിയിൽ നമുക്ക് പ്രകാശമായി തീർന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ മറന്നുകൂടാ എന്ന ആശയം കൂടി ഇവിടെ കടന്നു വരുന്നുണ്ട്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ഒരിക്കലും ഞങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങൾ സൃഷ്ടിശക്തികളായി തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് പറയാണ്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങളെന്ന് കവി പറയുകയാണ്. ആഗ്രഹങ്ങൾ മരിക്കുന്നില്ല എന്ന് കവി പറയുന്നു. ഈ ആഗ്രഹങ്ങളോടെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വലിയ സൂചന കവി ഈ കവിതയിലൂടെ മുന്നോട്ട് വരികയാണ്. ഒടുങ്ങാത്ത ആശകളും ആഗ്രഹങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണമെന്ന് കവി വയലാർ നമ്മോട് പറയുകയാണ്. ആദ്യ തൊട്ട് ഇന്നോളവും 1000 പരിണാമ രീതികൾ കടന്നെത്തും ജീവൻ്റെ വികാസങ്ങൾ അല്ലേ. ആദ്യ തൊട്ട് പണ്ട് കാലം മുതൽ ഇന്ന് വരെ പരിണാമങ്ങൾ, മാറ്റങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസാനവുമില്ല. ഈ പരിണാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ചങ്ങല തുടർ പോലെ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ. ചങ്കിലെ ഞരമ്പ് പോലെ ഈ സംസ്കാരം തുറന്നുകൊണ്ടേ പോകും. ചങ്ങല തുടർ പോലെ ഇതൊരു ചെയിനാണ്. പണ്ടൊരാൾ കണ്ടുപിടിച്ചു, പിന്നെ വേറൊരാൾ കണ്ടുപിടിച്ചു, അങ്ങനെ ഇന്ന് ഞാൻ നാളെ വേറെ ആൾ കണ്ടുപിടിക്കും. ഇങ്ങനെ ഈ കണ്ടുപിടുത്തങ്ങൾ വികസിച്ച് വലിയതായി മാറുന്നു എന്ന് കവി പറയുന്നു. ഞങ്ങളിൽ രൂപം കൊള്ളു നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവ പ്രാണസ്പന്ദന സമാഹാരം. കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും, കണ്ടുപിടുത്തങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങൾ രൂപം കൊള്ളു നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവപ്രാണസ്പന്ദന സമാഹാരം. ഞങ്ങളെന്ന് പറയുന്നത് കണ്ടുപിടുത്തം ചെയ്യുന്ന ആൾക്കാർ ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. സാഹിത്യം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക വിനിമയ വിവരം എല്ലാത്തിലും കണ്ടുപിടുത്തങ്ങൾ ഭാവാന്തരമായി ഭാവനാ ലോകത്ത് ഓരോ ചിന്ത
ചിന്താസരണികളിലും ഓരോ കാലത്തും ഓരോ നിമിഷത്തിലും കണ്ടുപിടുത്തങ്ങൾ, പരിവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ പോകും. അതാണ് മാറ്റം. ആ മാറ്റത്തെക്കുറിച്ചാണ് ഈ പ്രയാണം എന്ന കവിതയിലെ വയലാരാമവർമ്മ മുളങ്കാട് എന്ന കവിതാ സമാഹാരത്തിലെ പ്രയാണം എന്ന കവിതയിലൂടെ നമ്മോട് പറയുന്നത്. സെറ്റല്ല മക്കളെ? ഇനി നമുക്കിതിലെ പ്രധാന ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ഈ വരികളിലെ ഞങ്ങൾ എന്ന പ്രയോഗം ആരെയാണ് പ്രധാനമായും പ്രതികരിക്കുന്നത്? അല്ലേ? ഇതിൽ മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന് കവി പറയുന്നുണ്ട്. ഈ വരികളിൽ ഞങ്ങൾ എന്ന പദം ഏതിനോടാണ്, എന്തിനോടാണ് പറയുന്നത്? കവിയെ മാത്രം, ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ആളുകളെ, തലമുറകളിലൂടെ തുടരുന്ന മനുഷ്യൻ്റെ അനശ്വരമായ സർഗശേഷിയെ, മരണമില്ലാത്ത ദേവന്മാരെ. ഏതിനാണ്? തലമുറകളിലൂടെ തുടരുന്ന മനുഷ്യൻ്റെ അനശ്വരമായ സർഗശേഷിയല്ലേ? സർഗശേഷി, കഴിവ്, ഭാവന, ഇതാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് കാതൽ എന്ന് പറയുന്നത്. ഈ കണ്ടുപിടുത്തം സംഭവിച്ചുകൊണ്ടേയിരിക്കണമെന്ന് കവി പറയുകയാണ്. വ്യക്തികൾ മരിക്കുമെങ്കിലും മനുഷ്യരാശി ഒരു സമൂഹം എന്ന നിലയിലും അവരുടെ കൂട്ടായ കഴിവും സർഗാത്മകതയും തലമുറകളിലൂടെ നിലനിൽക്കുന്നു. അത് ഒടുങ്ങുന്നില്ല എന്ന ആശയമാണ് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ എന്നത് ഈ തുടർച്ചയുള്ള അനശ്വരമായ സർഗശക്തിയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലേ? സർഗശക്തിയെ ഇത് പ്രതിനിധീകരിക്കുന്നു. കാലത്തോളം സഞ്ചരിക്കുന്ന സർഗശക്തി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒടുങ്ങാത്ത സർഗശക്തി, കണ്ടുപിടുത്തങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അവസാനമില്ലാത്ത കണ്ടുപിടുത്തലുകളായി നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം. നാൽക്കവലകൾ തോറും നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ. ഇവിടെ ദീപസ്തംഭങ്ങൾ എന്തിൻ്റെ പ്രതീകമായാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്? ഈ പ്രതീകം കവിതയിൽ ആശയം നൽകുന്ന ഫലം എന്താണ് മക്കളെ? ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം വരാം. ദീപസ്തംഭം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ ദീപസ്തംഭങ്ങൾ എന്നത് മുൻ തലമുറകൾ പിൻതലമുറകൾക്ക് വഴികാട്ടാനായി സ്ഥാപിച്ച നേട്ടങ്ങൾ, അറിവുകൾ, മൂല്യങ്ങൾ, മാർഗദർശനങ്ങൾ എന്നിവയുടെ പ്രതീകമാണ്, അല്ലേ? മുൻ തലമുറ വരും തലമുറയ്ക്ക് കാണിച്ച മാറ്റങ്ങളാണ്. ആ ഒരു പ്രകാശമാണ് ഇവിടെ ദീപസ്തംഭം എന്ന് ഉദ്ദേശിക്കുന്നത്. ദീപസ്തംഭ മഹാശ്ചര്യം എന്നൊരു ചൊല്ലുണ്ട്. ഓരോ പ്രധാന ഘട്ടത്തിലും അവർ തെളിച്ച ഈ വെളിച്ചമാണ് പിന്നീടുള്ള തലമുറയുടെ യാത്രയ്ക്ക് സഹായമായത്. ഇന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊന്നും ഇന്നത്തെ സംഭാവനകളല്ല. കഴിഞ്ഞ കാലത്ത് ഒരുപാട് പേര് ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ കണ്ടുപിടുത്തം. അപ്പം നമുക്ക് വഴികാട്ടികളായി തീർന്ന മഹാരഥന്മാരെയാണ്, മഹത്വ വ്യക്തികളാണ് ദീപസ്തംഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ഓർമ്മകൾ എന്നതിലുപരി വ്യക്തമായ ഉറച്ച വെളിച്ചം നൽകുന്ന ഒന്നായി പൂർവികരുടെ സംഭാവനകളെ കാണുന്നത് ചരിത്രത്തിൻ്റെ തുടർച്ചയ്ക്കും മുൻ തലമുറയോടുള്ള കടപ്പാടിനും കൂടുതലും ഊന്നലും വ്യക്തതയും നൽകുന്നു. അപ്പം മുൻ തലമുറയോടുള്ള ഒരു കടപ്പാടാണ്, ഊന്നലാണ് ഏത് നമ്മുടെ ദീപസ്തംഭം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു ചോദ്യം. തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പത തുപ്പിക്കുതുകൊള്ളുന്നു ശാസ്ത്രം. ഈ വരികളിലെ കടിഞ്ഞാൻ, ചങ്കിലെ, തുപ്പുക എന്നീ പ്രയോഗങ്ങൾ നൽകുന്ന അർത്ഥം എന്ത് മക്കളെ? അർത്ഥം ഇത്തരത്തിലുള്ള ചോദ്യം 5 മാർക്കിന് വരാം. ഇപ്പം ഇവിടെ കടിഞ്ഞാൻ, ചങ്കിലെ പത തുപ്പുക എന്നീ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചോദ്യം നോക്കാം നമുക്ക്. കടിഞ്ഞാൻ എന്ന പ്രയോഗം കാലത്തെ നിയന്ത്രിക്കാനുള്ള ഉപായത്തെയും ശാസ്ത്രീയമായ അറിവിനെയും സൂചിപ്പിക്കുന്നു. കടിഞ്ഞാൻ എന്ന പ്രയോഗം കാലത്തെ നിയന്ത്രിക്കാനുള്ള ആ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നു. ചങ്കിലെ പത തുപ്പുക എന്നത് അതികഠിനമായി സർവശക്തിയുമെടുത്ത് പരിശ്രമിക്കുക എന്ന അർത്ഥമാണ് നൽകുന്നത്. അതികഠിനമായി പരിശ്രമിക്കുക എന്ന അർത്ഥമാണ് ഈ വരിയും സംഭാവന ചെയ്യുന്നത്. കാലത്തിൻ്റെ ഗതിയെയും പ്രകൃതിയുടെ രഹസ്യങ്ങളെയും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും ശാസ്ത്രം നടത്തുന്ന തീവ്രമായ പരിശ്രമങ്ങളെയാണ് ഈ വരികൾ വിവരിക്കുന്നത്. അപ്പോൾ കാലത്തിൻ്റെ ഭാവുകത്വ പരിണാമമായി ശാസ്ത്രം നയിക്കുന്ന ആ ഒരു മാറ്റം, പരിശ്രമങ്ങളെ ഈ വരികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ്? കടിഞ്ഞാൺ എന്ന പ്രയോഗം കാലത്തെ നിയന്ത്രിക്കാനുള്ള ഉപായത്തെയും ശാസ്ത്രീയമായ അറിവിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? ഇന്നലെ സങ്കല്പത്തിൽ മന്ദാരമലർക്കാവിൽ നിന്നുകൂമ്പിയ കിനാവിന്ന കനിയായി, അല്ലെ? കിനാവിന്ന് കനിയായി മാറി. ഇപ്പം ഇന്നലെ സങ്കല്പത്തിൽ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്ന കനിയായി. ഈ വരികൾ തെളിയുന്ന ആശയം എന്ത് മക്കളെ? ആശയം ആണ് ചോദ്യം. 5 മാർക്കിൻ്റെ ചോദ്യം വരാം. ഇപ്പം ഈ സങ്കല്പത്തിലെ പണ്ടത്തെ സങ്കല്പം ഇന്ന് എന്തായി മാറി? ഒരു കിനാവായ ഒരു കനിയായി മാറി. ഇപ്പം എന്താ അർത്ഥം? നമ്മളൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം, അതാണ് അർത്ഥം. ഈ വരികൾ മനുഷ്യൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും കാലക്രമേണ യാഥാർത്ഥ്യമായി മാറുന്നു എന്ന ആശയം
കാര്യമാണ് തെളിയുന്നത്. മനുഷ്യൻ്റെ സ്വപ്നങ്ങള് സങ്കല്പങ്ങള് കാലക്രമേണ യാഥാർത്ഥ്യമായി മാറുന്നു എന്ന വലിയ അർത്ഥം നൽകുന്നുണ്ട്. ഇന്നലെ വെറുമൊരു ഭാവന മാത്രമായിരുന്നത് ശാസ്ത്രത്തിൻ്റെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഇന്ന് പ്രായോഗികമായ ഒന്നായി ഫലപ്രാപ്തിയിലെത്തിയ ഒന്നായി കനിയായി മാറിയിരിക്കുന്നു അല്ലേ? ഇന്നതൊരു കനിയായി മാറിയിരിക്കുന്നു. ശാസ്ത്ര പുരോഗതിയുടെയും മനുഷ്യൻ്റെ സർഗാത്മകതയുടെയും വിജയമാണിത്. അതായത് പണ്ട് നമ്മൾ സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങളെല്ലാം തന്നെ ഇന്ന് എന്തായി മാറി മക്കളെ? ഒരു കനിയായി മാറിയിരിക്കുന്നു, ഒരു പ്രതീക്ഷയായി മാറിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അത് നല്ലൊരു കനിയായി നമ്മുടെ സാക്ഷാത്കരിക്കപ്പെടുന്ന സർഗാത്മകതയുടെ സർഗശേഷിയുടെ വലിയൊരു ഫലപുഷ്പമായി മാറിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, മരിച്ചിട്ടില്ല ഞങ്ങളിപ്പോഴും മറുനാളും മരിക്കിലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ഈ പ്രഖ്യാപനത്തിലൂടെ കവി മനുഷ്യരാശിയെക്കുറിച്ച് നൽകുന്ന സന്ദേശം എന്താണ് അല്ലേ? മരിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഒരു നാളും മരിക്കിലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. കവി പറയുകയാണ് ഒരിക്കലും മരിക്കില്ല, മരിക്കാത്ത സൃഷ്ടിശക്തികളാണ് ഞങ്ങളെന്ന് കവി പറയുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ കവി മനുഷ്യരാശിയെക്കുറിച്ച് നൽകുന്ന സൂചന എന്താണ്? മനുഷ്യരാശിയെക്കുറിച്ച് കവി പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഈ സർഗശേഷി, ഈ സൃഷ്ടി എല്ലാം തന്നെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് കവി പറയുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ മനുഷ്യരാശി അതിൻ്റെ അദമ്യമായ സൃഷ്ടിശക്തിയിലൂടെയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവിലൂടെയും ശാശ്വതമായി നിലനിൽക്കുമെന്ന സന്ദേശമാണ് കവി നൽകുന്നത്. മനുഷ്യൻ ശാശ്വതമായി നിലനിൽക്കും, അവൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കുമെന്ന വലിയ സൂചന ഈ വരികൾ നൽകുന്നുണ്ട്. വ്യക്തികൾ മരിക്കാമെങ്കിലും മനുഷ്യൻ ഒരു വർഗമെന്ന നിലയിലും അവൻ്റെ സംസ്കാരം അറിവും എന്ന നിലയിലും നിരന്തരമായ പരിണാമങ്ങളിലൂടെയും പുനർനിർമ്മാണങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അവനെ തളർത്താൻ ആർക്കും സാധിക്കില്ല. മനുഷ്യൻ എങ്ങനെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന വലിയ ആശയം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് നാശമില്ല. മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് നാശമില്ല, അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുമെന്ന വലിയ സൂചന ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ സർഗപ്രതിഭ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടുപിടുത്തങ്ങളായി ഇന്ന് ചെറിയ ഫോൺ കണ്ടുപിടിച്ചാൽ നാളെ വലിയ ഫോൺ കണ്ടുപിടിക്കും, ചെറിയ ബൈക്ക് കണ്ടുപിടിച്ചാൽ നാളെ വലിയ ബൈക്ക് കണ്ടുപിടിക്കും അല്ലേ? പണ്ട് നമ്മൾ ടയർ ചുരുട്ടി നടന്ന് നമ്മൾ ഇന്ന് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തി, സർഗമായ മാറ്റത്തിലേക്ക് നമ്മൾ എത്തി എന്നാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം, കരളിൻ നാളം കത്തിനീറിയ മെഴുകിൻ്റെ തിരികൾ എന്ന പ്രയോഗം മുൻ തലമുറയുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് സൂചനയാണ് നൽകുന്നത്? അവരുടെ ത്യാഗത്തെ വരികൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? 5 മാർക്കിൻ്റെ ചോദ്യം വരാം. ഇപ്പം കരളിനാളം കത്തിനീറിയ മെഴുകിൻ്റെ തിരികൾ എന്ന പ്രയോഗം മുൻ തലമുറയുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് സൂചനയാണ് തരുന്നത്? നമുക്കറിയാം മുൻ തലമുറ നമുക്ക് തരുന്ന പ്രകാശമാണിത്. ആ പ്രകാശമാണ് ഇന്നും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. മുൻ തലമുറകളെ സ്വയം എരിഞ്ഞു തീരുന്ന മെഴുകുതിരികളോടാണ് കവി ഉപമിക്കുന്നത്. മുൻ തലമുറയെ സ്വയം എരിഞ്ഞു തീരുന്ന മെഴുകുതിരികളോട് കവി എന്ത് ചെയ്യുന്നു മക്കളെ? ഉപമിക്കുന്നു. ഇത് അവരുടെ ജീവിതം നശ്വരമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതായത് മുൻ തലമുറ നമുക്ക് കാണിച്ച വെളിച്ചത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. എന്നാൽ അവർ എരിഞ്ഞു തീർന്നത് വെറുതെയല്ല, മറിച്ച് കരളിൻ നാളം കത്തിനീറിയാണ്. കരളിൻ നാളം കത്തിനീറിയാണ് ഇന്നത്തെ തലമുറ എരിഞ്ഞെരിഞ്ഞു തീരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രകാശമായി കഴിഞ്ഞൊരു തലമുറ ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത്. ഇത് അവരുടെ ജീവിതം തീവ്രമായ വൈകാരിക അനുഭവങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയതാണെന്ന് കാണിക്കുന്നു. കഷ്ടപ്പാടിലൂടെ വേദനകളിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോയത് എന്ന വലിയ സൂചന ഈ വരികൾ തരുന്നുണ്ട്. ഒരു മെഴുകുതിരി സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത് പോലെ മുൻ തലമുറകൾ ഒരുപാട് ത്യാഗങ്ങളും സഹനങ്ങളും അനുഭവിച്ച് അവരുടെ ജീവിതം കൊണ്ട് നേടിയെടുത്ത വെളിച്ചമാണ് പിൻതലമുറയ്ക്ക് ലഭിച്ചത് അല്ലേ? നമ്മുടെ മുൻ തലമുറ അനുഭവങ്ങളിലൂടെ നമുക്ക് തന്ന വെളിച്ചമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച എല്ലാ നേട്ടങ്ങളും. അപ്പം നമ്മൾ അവരെയും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. പിന്നെ എന്താണ് മക്കളെ? അവരുടെ ജീവിതം ത്യാഗപൂർണമായിരുന്നു എന്നും ആ ത്യാഗമാണ് ഇന്നത്തെ തലമുറയുടെ വെളിച്ചത്തിന് ആധാരമെന്നും ഈ പ്രയോഗം ഭംഗിയായി അവതരിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ചതല്ല, നമ്മുടെ കഴിഞ്ഞ തലമുറ നമ്മൾക്കായി ഒരുക്കിയ മാർഗങ്ങളാണ്. അവരാണ് മെഴുകുതിരികൾ. നമുക്ക് വേണ്ടി കത്തി ജ്വലിച്ച് ഉരുകി തീർന്നു പോയ നമ്മുടെ പൂർവികരാണ് നമ്മുടെ വഴികാട്ടികൾ, ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് കാതലായി നിന്നവർ എന്ന വലിയ കാര്യം ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു ചോദ്യം,
പ്രയാണം എന്ന കവിതയിൽ വയലാർ രാമവർമ്മ മനുഷ്യരാശിയുടെ ശാസ്ത്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കവിതയിലെ പ്രധാന ബിംബങ്ങളും ആശയങ്ങളും വിശകലനം ചെയ്ത് ഉപന്യാസം എഴുതുക മക്കളെ. ഉപന്യാസം വന്നു അല്ലേ ചോദ്യം, 7 മാർക്കിൻ്റെ. അപ്പോൾ കവിതയിലെ പ്രധാന ബിംബങ്ങളും ആശയങ്ങളും വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കാണ് ചോദ്യം. നോക്കാം നമുക്ക്. ആമുഖം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിത മനുഷ്യരാശിയുടെ അനന്തമായ യാത്രയെയും ആ യാത്രയിൽ അവൻ കൈവരിച്ച ശാസ്ത്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങളെയും പ്രത്യാശാഭരിതമായി അവതരിപ്പിക്കുന്ന ഒരു ഉജ്ജ്വല രചനയാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നിരന്തരമായ പരിവർത്തനങ്ങളുടെയും അറിവിൻ്റെ ത്യാഗത്തിൻ്റെയും പാതയിലൂടെ മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് കവിത വരച്ചു കാട്ടുന്നു. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന വലിയ ആശയം, വലിയ അർത്ഥം കവിത നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ശാസ്ത്രത്തെ തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ കുതിതുപ്പി കൊള്ളുന്നത് ഒന്നായാണ് കവി അവതരിപ്പിക്കുന്നത്. അത്രമാത്രം ശാസ്ത്രീയമായ ബോധ്യമുള്ളതാണ് ഈ കവിത എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനും അതുവഴി മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള ശാസ്ത്രത്തിൻ്റെ അദമ്യമായ പരിശ്രമത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ശാസ്ത്രത്തിൻ്റെ ഒരു പരിശ്രമമാണ് ഇതെന്ന് പറയാൻ സാധിക്കും. പിന്നെ മക്കളെ, ഇന്നലെ സങ്കല്പത്തിൽ മന്ദാര മലർക്കാവിൽ നിന്ന് കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി മാറി അല്ലെ. പണ്ട് നമ്മൾ സ്വപ്നങ്ങളുടെതെല്ലാം ഇന്നൊരു കനിയായി മാറിയിരിക്കുന്നു, നേടിയിരിക്കുന്നു, ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്ന പ്രയോഗം ശാസ്ത്രീയമായി കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ഭാവനകളും യാഥാർത്ഥ്യമായി മാറുന്നതിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തം യാഥാർത്ഥ്യമായതിൻ്റെ മനോഹരമായ ചിത്രമാണ് നൽകുന്നത്. ശ്വാസം നിരന്തരമായ പുരോഗതിയുടെ ശാസ്ത്രം നിരന്തരമായ പുരോഗതിയുടെ പാതയിലാണെന്നും ഓരോ നിമിഷവും പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണെന്നും കവിത വ്യക്തമാക്കും. നമ്മളിങ്ങനെ ഓരോ ദിവസവും പുതിയ വാതിലുകൾ മുട്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്ത് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക പരിണാമവും തുടർച്ചയും മനുഷ്യൻ്റെ യാത്ര കേവലം ഭൗതികമായ ഒന്നല്ല, മറിച്ച് സാംസ്കാരികമായ ഒരു പരിണാമം കൂടിയാണ്. ആദ്യൊട്ടൊന്നോളം 1000 പരിണാമ രീതികൾ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്കിരി ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ഞങ്ങൾ രൂപം കൊള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജൈവികവും സാംസ്കാരികവുമായ പരിണാമത്തിൻ്റെയും തുടർച്ചയുടെയും പ്രാധാന്യം കവി എടുത്തു പറയുന്നു. മനുഷ്യൻ യാത്രയിലാണ്, അവൻ എല്ലാ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുന്നു, അവൻ്റെ നേട്ടങ്ങൾ അവൻ കൈവരിക്കുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മക്കളെ. അടുത്തൊരു ചോദ്യം എന്താണ്? പരിവർത്തനത്തിൻ്റെ ഞാനൊലി മാത്രം കേൾക്കാം കാമമേരിത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. ഈ വരികൾ കവിതയുടെ പ്രധാന ആശയങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വിശദമാക്കുക. 5 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ പരിവർത്തനം എങ്ങനെയാണ്? പരിവർത്തനം ഞാനൊലിയാണ്, ആ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുക. ഈ പരിവർത്തനം എങ്ങനെയാണ് ഈ ജീവിതത്തെ ബാധിക്കുന്നതെന്നാണ് ചോദ്യം. ഈ വരികൾ കവിതയുടെ കേന്ദ്ര ആശയമായ നിരന്തരമായ മാറ്റത്തെയും പുരോഗതിയെയും ശക്തമായി പ്രതിനിധിക്കുന്നു. ആ മാറ്റം, പുരോഗതി ഈ വരിയിൽ കാണാൻ സാധിക്കും. ഞാനൊലി ഒരു വില്ലിൽ നിന്ന് അല്ലേ, ഞാനൊലി ഒരു വില്ലിങ്ങനെ ഒരു അമ്പ് ഇങ്ങനെ വില്ലെന്ന് വിടുമ്പോഴുള്ള ഒച്ചയില്ലേ, അമ്പ് ഇങ്ങനെ വിടുമ്പോൾ ഒച്ചയില്ല, അതാണ് ഞാനൊലി എന്ന് പറയുന്നത്. അസ്ത്രത്തിൻ്റെ ആ ഒരു ഭീകരമായ ഗതിവേഗമാണ് ശാസ്ത്രത്തിൻ്റെ മാറ്റത്തിന് കാരണം. വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കുമ്പോഴുള്ള ശബ്ദമാണ് ഞാനൊലി എന്ന് പറയുന്നത്. ഇത് പ്രവർത്തനത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയും പ്രതീകമാണ്. ഓരോ നിമിഷവും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങളും ചിന്തകളും ഉണ്ടാകുന്നു, പഴയവ വഴിമാറുന്നു. ഈ പരിവർത്തനം അനിവാര്യവും അനുതവവുമാണ്. കവിതയിൽ പരാമർശിക്കുന്ന ശാസ്ത്രത്തിൻ്റെ കുതിപ്പും സങ്കല്പങ്ങൾ യഥാർത്ഥമാകുന്നതും ജീവന്റെ പരിണാമവുമെല്ലാം ഈ നിരന്തര പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. കാലത്തിൻ്റെ ഈ പ്രവാഹത്തിൽ മാറ്റത്തിൻ്റെ ഈ ഞാനൊലി മാത്രമാണെന്ന് സ്ഥിരമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നതെന്ന് കവി പറയുന്നു. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ മാറ്റത്തിൽ, ഈ കാലത്തിൻ്റെ സഞ്ചാരത്തിൽ ഈ ഒരു മാറ്റം, ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാമെന്ന വലിയൊരു ആഹ്വാനം കൂടി കവിത തരുന്നു. അതുകൊണ്ട് തന്നെ വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയിൽ നമ്മൾ കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും മനുഷ്യൻ്റെ സർഗപ്രതിഭകളെയും സർഗവാസനകളെയും ചർച്ച ചെയ്യുന്ന മനോഹരമായ കവിതയാണ്. ഇപ്പം പാഠഭാഗത്തും നല്ലപോലെ പഠിക്കുക, എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠം കൂടിയാണ്. ഇപ്പം എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ വിധത്തിലും ആശംസകൾ നേരുന്നു. ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.